നമസ്കാരം. ഇന്ന് 22 ജൂൺ 2025. ഇന്ന് ഞാനിങ്ങനെ വന്നപ്പോൾ ഒരു കാര്യം ആലോചിക്കാൻ വേണ്ടി വന്നതാണ്. നിങ്ങൾ വലിയ പൈസക്കാരെ, വലിയ ഡോക്ടർമാരെ, പിന്നെ അതേമാതിരി എന്തോ ഒരു സംഭവമാണെന്ന് പറയുന്ന ഒട്ടനവധി ആളുകളുടെ വാക്ക് വരുമ്പോൾ, ഉയർന്ന ഡോക്ടർമാർ, വലിയ ആശുപത്രികളൊക്കെ ആ കെട്ടിടത്തിൻ്റെ നിലയും വിലയൊന്നും കണ്ടിട്ടൊന്നും നിങ്ങൾ ജനങ്ങളോട് സംസാരിക്കരുത്. കാരണം ഈ കയ്യിൽ നമുക്ക് ഈ 5 വിരലിൻ്റെ ഇടയിൽ ഒരു നുള്ള അരി, അതാണ് നമ്മുടെ ലക്ഷ്യം എല്ലാവരുടെയും. നമുക്ക് മനുഷ്യർക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയും, മനുഷ്യർക്ക് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ കഴിയൂ. വേറെ ഇതര ജീവികൾക്കൊന്നും കഴിയില്ല. അത് നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് തന്നെ ഒട്ടനവധി കാര്യങ്ങൾ നമ്മളിപ്പോൾ ചിന്തിക്കേണ്ട മനസ്സിലായാലോ. പിന്നെ ഈ 5 വിരൽ നിങ്ങളോട് പറഞ്ഞെന്താരോ, ഈ നിങ്ങൾ നായിയാണ്, അറാൻ പറഞ്ഞവനാണ്, പട്ടിയാണ്, തെണ്ടിയാണ്, കഴിവറിയാണ് എന്നാണ്. ഒരു വിരൽ നമ്മളോട് പറയണത് ഇതൊക്കെ അള്ള കണ്ടെന്നാ ഞാൻ ചെയ്യുന്ന തെറ്റിത്തരം. ഇത് മനസ്സിലായല്ലോ. വലിയ പണ്ഡിതനെ, പൈസക്കാരനെ, വിദ്യാഭ്യാസമുള്ളവരെ, കേരളത്തിൻ്റെ ഹൈക്കോടതിയെ, ഇതൊക്കെ നമ്മളെ മുഴുവൻ മെമ്പർമാർ എന്ന് വെച്ചാൽ പാർലമെൻറ്റ് മെമ്പർമാർ, അസംബ്ലി മെമ്പർമാർ, പഞ്ചായത്ത് മെമ്പർമാർ, എല്ലാ മെമ്പർമാരും, അതുപോലെ തന്നെ നമ്മളെ മതപണ്ഡിതന്മാർ, നമ്മളെ പിന്നെ മൗലവിമാർ, ഇവരൊക്കെ കണക്ക് കൂട്ടിയിട്ട് ഇവരെ വാക്കൊന്ന് കയറ്റി വെച്ചിട്ട് നിങ്ങൾ മറ്റൊരാളോട് വിരൽ ചൂണ്ടാൻ ഇടവരരുത്. ഇവർ ചിന്തിക്കുന്ന കാര്യങ്ങൾ, ഇവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശരിക്കും ചിന്തിക്കണം. ആ ചിന്തിച്ചിട്ട് മാത്രമേ പെരുമാറാവൂ. എങ്ങനെയൊക്കെയാണ് ചിന്ത ഒന്ന് നോക്കാം. നമുക്ക് ചെറിയൊരു ഘട്ടം. വലിയ വിദ്യാഭ്യാസമുള്ളവൻ ഒരു പണ്ഡിതനെ കുറിച്ചാണ് ചിന്തിക്കണമെങ്കിൽ ഇദ്ദേഹത്തിന് ഒരു പ്രാർത്ഥന ചെയ്താൽ ഈ ലോകം ഇപ്പോൾ 4 വളർത്താൻ കഴിയും എന്ന് നിങ്ങൾ നോക്കണം. തീർച്ചയായിട്ടും അത് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, വിദ്യാഭ്യാസം ഏത് ഐറ്റത്തിലാണെങ്കിലും ഇവിടെ കാലങ്ങളായിട്ട് 70-80 കൊല്ലമായി വലിയ വിദ്യാഭ്യാസമുള്ള ഡോക്ടർമാരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്, തങ്ങന്മാരെ കുറിച്ചാണ്. 70-80 കൊല്ലമായിട്ട് കാരണം തണ്ടൽ മുറിഞ്ഞിട്ട് ഉള്ള ആളുകൾ, അതുപോലെ വേറെ ഓർമ്മ നഷ്ടപ്പെട്ട ആയിരക്കണക്കിന് ആളുകൾ, അതുപോലെ തന്നെ പിന്നെ മറ്റുള്ള അതായത് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഈ കരൾ രോഗമാണ്. ചില ആശുപത്രി കണ്ടില്ലേ, ഓരോ രോഗത്തിൻ്റെ പേര് പറഞ്ഞാൽ അതിന് 800 കോടി 2000 കോടി രൂപ ചികിത്സാ ചെലവുണ്ടെന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ അവരുടെ വാക്ക് വിശ്വസിച്ചിട്ട് നിങ്ങൾ പൊതുജനത്തിനോട് പറയരുത്. 5 ദിവസത്തെ മരുന്നിൽ ഏത് കൊമ്പനെയും നമുക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. നിങ്ങൾ വിശ്വസിച്ചോ അവിശ്വസിച്ചോ എന്നല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ ഈ കാര്യം സംവിധാനം ചെയ്യാൻ സാധിക്കും. അതിന് വിദ്യാഭ്യാസം ചെയ്യുന്നവൻ്റെ പങ്കാണ് ഞാൻ പറയുന്നത്. ഒരു വിദ്യാഭ്യാസം ഉള്ളവനെയും നിങ്ങൾ വിശ്വസിച്ചിട്ട് പൊതുജനത്തിനോട് വിരൽ ചൂണ്ടരുത്. നമ്മളെ റവന്യൂ ഉദ്യോഗസ്ഥരെ, പോലീസുകാരെ കണ്ടിട്ട് നിങ്ങൾ മറ്റുള്ളവരോട് തലപ്പുണ്ടാക്കിയിട്ട് ഇതാണ് നീതി, ഇതാണ് നിയമം എന്ന് പറയരുത്. നമ്മളുടെ ഇടയിൽ 2-3 അജണ്ട ഉണ്ട്. പുതിയ നിയമം ഞാൻ ഇടുന്നത്, ഇപ്പോൾ പുതിയ നിയമം ഇടുന്നത്, അതായത് ആൾക്കൂട്ടം പൊതുവിചാരണ ചെയ്യണം. ആരായാലും ദേഹോദ്രവം അല്ല ഉദ്ദേശിച്ച്, പൊതുവിചാരണ. അതിന് ഒരാളും കൈ വെക്കാൻ പാടില്ല. ഒരാളും ഈ ഇത്തരം കുറ്റവാളികളെ കൈ വെക്കരുത്. നിങ്ങൾ പിടിച്ച് ഇവരെ കൃത്യമായ തെളിവ് നിങ്ങളുടെ അടുത്തൊക്കെ വേണം. അല്ലാണ്ട് നിങ്ങളൊരാൾ ഈ പൊതുവേദ്യം ചെയ്യരുത്. കൃത്യമായ തെളിവ് വേണം, അല്ലാണ്ട് ചെയ്യരുത്. അതിലേക്കൊരു കാര്യം കൂടി പറയാനുള്ളത്, അതിലേക്കൊരു പൊതുവിചാരണ ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി പറയാണ്ട്. ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ നിങ്ങളെല്ലാവരും ചിന്തിക്കണം. നിങ്ങളുടെ നാട്ടിൽ ഏതെങ്കിലും പെൺകുട്ടികൾ അവരൊരു പുരുഷന്മാരെ സ്നേഹിച്ചു വന്നു, അവൻ ഏതാവട്ടെ, ഏത് നാട്ടുകാരനാവട്ടെ, എന്ത് ജാതിയാവട്ടെ, ഈ വക ചോദ്യങ്ങളൊന്നുമില്ല. അവർക്ക് ഇഷ്ടപ്പെട്ടു, ശരിയാക്കി എന്നൊക്കെ പറഞ്ഞാൽ അവിഹിത ബന്ധങ്ങൾ ഒഴിവാക്കാൻ നിങ്ങൾക്ക് ഏറ്റവും നല്ല മാർഗം അവർ 2 പേരെയും വലത്തെ കൈ ഇങ്ങനെ കൊടുത്ത് എടുപ്പിക്കുക. എന്നിട്ട് ഭാര്യയാണ് ഭർത്താവാണ് എന്ന് പറഞ്ഞിട്ട് 2 പേരും പറയുക, ഈ ജനം സാക്ഷിയാണ്. ഏത് ഈ ജനം, നിങ്ങൾ ഈ ആൾക്കൂട്ടം കൂടിയ ആളുകൾ. അതിന് നിങ്ങളൊരു പിന്നെ ഒരു മഞ്ഞളിൻ്റെ കഷ്ണം, പച്ചമഞ്ഞളായാൽ, പച്ചമഞ്ഞൾ അധികം നല്ല കാര്യമാണ്, ഒരു ചരടിൽ കെട്ടി തൂക്കിയിട്ട് അവരെ ആ പെണ്ണിൻ്റെ കഴുത്തിലിട്ട് കൊടുക്കണം. അത് അവളുടെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ മഹറാണ്. അത് നിങ്ങൾ പറയണം. നിസ്സാര ഒരു കാര്യമല്ല ഇത്. അപ്പോൾ അല്ലാണ്ട് ബാക്കി അതിനൊന്നും നിങ്ങൾ അവനൊന്ന് അടിച്ചിട്ടോ കുത്തിയിട്ടോ ഭീഷണിപ്പെടുത്തിയിട്ടോ ചോദ്യം ചെയ്യരുത്. കാരണം നിങ്ങളാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ പെങ്ങളാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ മകളാവാം. മനസ്സിലായില്ലേ?
പിന്നെ നമ്മളൊക്കെ ഉണ്ടായ ചരിത്രം നോക്കണം. നമ്മൾ ഒരുപാട് അനാവശ്യ ഒരു ഇരുട്ടിൻ്റെ മറവിൽ ഒരുപാട് അനാവശ്യത്തിൽ നിന്നാണ് ഞാനും നിങ്ങളും ഉണ്ടായിട്ടുള്ളത്. നല്ലൊരാവശ്യം നമുക്ക് പറയാനില്ല. നമ്മൾ ജനിച്ച ചുറ്റുപാട് നോക്കിയാൽ തികച്ചും മോശമായ ലജ്ജിക്കുന്ന ഭാഗത്തു നിന്നാണ്. അതിൽ നിന്നൊരു കുട്ടി ജനിച്ചു വീഴുമ്പോൾ സമൂഹം ഒക്കെ പുഞ്ചിരിക്കുക പിന്നെ ചെയ്യുന്നത്. എല്ലാവരും മനസ്സറിയുന്നവർ പുഞ്ചിരിക്കുക ചെയ്യും. പിന്നെ ആ കുട്ടിയുടെ പിന്നാലെയാണ് എല്ലാവരും. ഞാനിങ്ങനെ ഒരു വാക്ക് നിങ്ങളോട് പറഞ്ഞത് നിങ്ങളെ മോശമാക്കാനല്ല. നിങ്ങളിൽ ഒരുവനാണ് ഈ ജനിച്ചു വീണ കുട്ടി. ആ ജനിക്കാനുള്ളൊരു സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. ഇത് രണ്ടും എൻ്റെ മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമാണ്, ചെറുതൊന്നുമല്ല. മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾ 4 ആൾ കണ്ടു എന്നതല്ല അതിൻ്റെ കാരണം. അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ സാധിച്ചു എന്നതാണ്. അത് മാത്രമല്ല, നിങ്ങൾ ഇടപെട്ടൊരു കേസ് അവൻ്റെ മാതാപിതാക്കൾക്ക് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല, പോലീസിനും ചെയ്യാൻ കഴിയില്ല. എന്താ കാരണം എന്ന് വിചാരിച്ചാൽ പൊതുജനം നിങ്ങൾക്കറിയാമല്ലോ, എല്ലാ പോലീസും അവരാണ്. അപ്പോൾ ഈ ഡോക്ടർമാരുടെ ഈ തലക്കുന്ന തലവരെയുള്ള ഒരു ആശുപത്രിയിലെയും ഒരു ഡോക്ടറെയും കാര്യങ്ങൾ വിശ്വസിക്കുന്നതിൻ്റെ മുമ്പ് അവരിൽ ഡോക്ടർ പഠിക്കാൻ പോയ ആളുകൾ, നേഴ്സിംഗ് പഠിക്കാൻ പോയ ആളുകൾ, അവർ നിലവിൽ MDMA മദ്യം ഉപയോഗിക്കുന്ന സ്ഥിതികൾ, ഇതൊക്കെ നിങ്ങൾ ഒരു സെക്കൻഡിൽ ചിന്തിക്കണം. അത് മാത്രമല്ല, ഒട്ടനവധി കാര്യങ്ങൾ. ഈ കൈക്കൂലി കൊടുത്തിട്ടാണ് ഇവർക്ക് MBBS കിട്ടി, മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല, അത് ഭീമമായ കുറ്റം. അതായത് അത് ക്ഷമിച്ചു കൊടുക്കാനൊന്നും അത് സാധിക്കില്ല. അത് ക്ഷമയുള്ളതല്ല. തെറ്റ് ചെയ്തവനാണ് ക്ഷമ. ഇവനെ എല്ലാം കള്ളത്തരം ചെയ്തവനക്ക് ഇവനക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. മനസ്സിലായില്ല? അതിന് ഞാൻ ഇടപെടുന്നില്ല. ഞാനിവിടെ വിരൽ ചൂണ്ടുന്നത് 2016 മുതലാണ്. 2016 മുതൽ 2023 വരേക്ക് കൊറോണ വൈറസ് ഉണ്ടാക്കി ചൈനയിൽ കോടിക്കണക്കിന് ആളുകൾ മരിച്ചു. അന്നത്തെ ഡോക്ടർമാരോടൊക്കെ ഞാൻ 2-3 കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഒന്ന്, എൻ്റെ പങ്ക് എന്താണെന്ന് നിങ്ങളറിയണം, ടെക്നോളജി. ആ പങ്ക്, ഈ രോഗം മാറുന്ന 2 വിരലിൽ ഇങ്ങനെ മുക്കാവുന്ന മരുന്ന് എൻ്റെ വീടിൻ്റെ മുന്നിൽ ഞാൻ ഫ്രീ കൊടുക്കാമെന്ന് പറഞ്ഞു. ചിലവർക്കൊക്കെ ഞാനന്ന് കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കൊന്നും നിങ്ങൾക്ക് അറിയാമല്ലോ, സാധിക്കില്ല. എൻ്റെ മുന്നിലേക്ക് വന്ന് ഞാൻ സ്വാഗതം ചെയ്ത് വെച്ചിട്ട് വന്നാൽ കൊടുക്കാമെന്ന്. അതിന് എൻ്റെ 200 ഫേസ്ബുക്ക് ഐഡികളാണ് ഇവർ കളവ് നടത്തിയത്, ഇൻസ്റ്റാഗ്രാം. അതിലേക്ക് ഉത്തരം കണ്ടെത്തേണ്ടത് ലോകത്തുള്ള മുഴുവൻ സംഘടനകളോടാണ്. എന്താണ്, ആരാണ് ഇതിങ്ങനെ ചെയ്തത്? അവനെ പിടിക്കാൻ തന്നെ വേണം. എന്താണ് അവൻ്റെ ഉദ്ദേശം എന്നും അറിയണം. അവൻ്റെ ഉദ്ദേശം എനിക്കറിയാം, അറിയണമല്ലോ. നിങ്ങൾ കൊറോണ വൈറസിൻ്റെ കൂട്ടത്തോടെ മരിക്കാൻ പോകുമ്പോൾ 2 തുള്ളി വിഷം കൊടുക്കാമെന്ന് പറഞ്ഞത് നിസ്സാരമായിട്ട് നിങ്ങൾ തള്ളരുത്. അപ്പം നിങ്ങളുടെ സമ്പത്തിനേക്കാണ്, വിദ്യാഭ്യാസത്തിനേക്കാണ്, പിന്നെ അതുപോലെ നിങ്ങളുടെ ആ പൊങ്ങച്ചത്തിനേക്കാണ് ഒരുപാട് കൂടുതലാണ് ഈ 2 തുള്ളി മരുന്ന് കൊടുക്കാമെന്ന് പറഞ്ഞത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ നാട്ടിൽ, കേരളത്തിലുള്ള 100% വണ്ടികൾ അശോക ലൈലൻഡ്, 100% എന്ന് ഞാൻ പറയാണ്, 100 അല്ല, അത് നമ്മൾ വണ്ടികളുടെ ശതമാനം എടുത്ത് വരുമ്പോൾ ഏതാണ്ട് ഇന്നത്തെ ലെവൽ വെച്ചിട്ട് 40% വണ്ടി അശോക ലൈലൻഡിന് തന്നെയാണ്. ഏകദേശം ഒരു 30-35% ടാറ്റ കമ്പനിൻ്റെയും വണ്ടിയുണ്ട്. പിള്ളേരെ എനിക്ക് അവരുടെ വണ്ടിയോടല്ലാതെ നമ്മുടെ നാട്ടിന് വികസനത്തിന് വലിയൊരു കാര്യം, എൻ്റെ സിനിമാ നടന്മാർ മാത്രമല്ല, വലിയൊരു കാര്യമാണ്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, ഞാൻ ആ കാര്യമല്ല പറഞ്ഞത്. ലൈലൻഡ് മുതലാളി മരിച്ചു കിടന്നിട്ട് 170 കോടി രൂപയുടെ മുകളിൽ മരിച്ച ശവം ഞാനും നിങ്ങളും മരിക്കും. മരിച്ചാൽ എൻ്റെ പേരൊക്കെ വേറെ. മുസ്ലിങ്ങൾ പറയും മയ്യത്താണെന്ന് പറയും, മറ്റുള്ളവർ പറയും അത് ബോഡിയാണെന്ന് പറയും, ചിലവർ പറയും അത് ശവമാണെന്ന് പറയും. ഏതായാലും ഒരു പേരുമേലേക്ക് മാറി. ഇപ്പം നമുക്ക് അനേകായിരം പേരുകളിലാണ് നമ്മളിന്ന് നിങ്ങളൊക്കെ കാണുന്നത്. നിങ്ങൾക്കൊക്കെ പേരും വീട്ടുപേരും മറ്റുള്ളതൊക്കെ വേറുണ്ട്. ഈ പേരൊന്നായിട്ട് പോയിട്ട് നമ്മളുടെ വിവരമില്ല എന്നൊരു പേരിലേക്ക് മാറി. അശോകലയിൽ എൻ്റെ ഒറിജിനൽ മുതലാളി എന്നിട്ട് ചത്ത് പുഴുത്ത് കിടന്ന് ഞാനും പൊഴുക്കും, ഞാനും ചാവും, ഞാനും പൊഴുക്കും. അപ്പോൾ അങ്ങനെ സംവിധാനം വരാതിരിക്കട്ടെ. അപ്പോൾ ഒന്നാമത് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ കാര്യമാണ്. പനി ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളെ ആര്യവേപ്പിൻ്റെ ഇല ഉണ്ടല്ലോ, കഴിക്കുന്ന വേപ്പിൻ്റെ ഇല, അത് അമ്മിമ്മട്ട് അരക്കണം. എന്നിട്ട് ഒരു സ്പൂൺ എടുത്ത് കഴിക്കുക, ലേശം മേല് പുരട്ടുക. പനി ആയിക്കോട്ടെ, സാധനം ആയിക്കോട്ടെ. അതിൻ്റെ ശേഷം അടുത്ത പരിപാടി, അത് കഴിഞ്ഞിട്ട് പിന്നെ 1 ഇഞ്ച് വലുപ്പത്തിലുള്ള നാടൻ ഇഞ്ചി, ഒരു ലേശം കുരുമുളകും, ഒരു തുളസിയുടെ ഇല ഇട്ടിട്ട് കുറച്ച് പിന്നെ കഷായം തിളപ്പിക്കുക. തിളച്ച് വരുമ്പോൾ ലേശം പൊടിയിടുക. അത് ഇറക്കി വെച്ച ഉടനെ അതിന് 2 സ്പൂൺ എടുത്തിട്ട് അതിൽ 2 സ്പൂൺ പഞ്ചസാര ചേർക്കുക. 2 സ്പൂൺ കഷായത്തിൽ 2 സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് അത് നിങ്ങൾ കുറേശ്ശെ മുക്കി കഴിക്കുക. നല്ല എരിവ് വേണം കേട്ടോ. കഴിക്കുമ്പോൾ ഇന്ന് പ്രസവിച്ച അമ്മമാർക്ക് 1 സ്പൂൺ കൊടുക്കണം. കൊടുത്ത ഉടനെ
ലേശം പഞ്ചസാര ചക്കര എന്തെങ്കിലും അവർക്ക് കൊടുക്കാം. ഇതിൽ ആ ജനിച്ച കുട്ടി, ഇവർ പാല് കൊടുക്കുന്ന കുട്ടിക്കാണ് ഏറ്റവും കൂടുതൽ ഉപകരിക്കുക. മനസ്സിലായി? അപ്പോൾ ഇങ്ങനെയൊക്കെ പല വിധം ഞാനിവിടെ ജനിച്ചു വരുമ്പോൾ എങ്ങനെയായിരുന്നു എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം. ഞാൻ എൻ്റെ വല്യമ്മയുടെ കോങ്കന്തലം പൊടിച്ച് പോണ സമയത്ത് 15 യൂണിറ്റ് കറണ്ട് കഴിഞ്ഞ മാസത്തെ കോട്ട കഴിഞ്ഞു. അതുകൊണ്ട് നെല്ല് അവിടെ ഇരിക്കുകയാണ്, അത് കുത്താൻ നിവൃത്തില്ല. കുത്തണമെങ്കിൽ ഇനി അടുത്ത മാസത്തെ 15 യൂണിറ്റ് വന്നിട്ട് വേണം എന്നാണ്. മനസ്സിലായില്ലേ? നെല്ലത്തും ഇല്ലാതെ ഇന്ന് ഞാൻ കോടിക്കണക്കിന് ട്രാൻസ്ഫോമറിലേക്ക് വെലങ്ങാട് ജലവൈദ്യുതി, വെലങ്ങാട് കോഴിക്കോട് ജില്ലയിൽ വെലങ്ങാട് ജലവൈദ്യുതി എൻ്റെ ഫയലിൽ ആദ്യം ഒപ്പിട്ടത് മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ്റെ മകൻ മുരളീധരനാണ്. മാർക്സിസ്റ്റ് പാർട്ടി ഒന്നായിട്ട് ഒരുപാട് കാലം തലകുത്തി നിറഞ്ഞിട്ടും ഈ കരുണാകരൻ്റെ മകനെ തെരഞ്ഞിട്ട് കണ്ടില്ല, ആ ഫയലിനെ കണ്ടില്ല. പക്ഷേ ഒരു കാര്യം പോലും കണ്ടു, അത് ഇതൊന്ന് വിറ്റ് വരവ് ഫുള്ളായിട്ട് അടിച്ചു മാറ്റില്ല. അതിൽ പണി വിലക്ക് വേണം, കായ് വിലക്ക് വേണം, അതുപോലെ ഇന്ന് കൃത്യമായിട്ട് കണ്ടു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സാഹചര്യങ്ങൾ നിങ്ങൾ വിശദമായിട്ട് ചിന്തിക്കണം. കൊറോണ വൈറസ് ഉണ്ടായത്, കോടിക്കണക്കിന് ആളുകൾ മരിച്ചത്, നമ്മളുടെ ഇന്നത്തെ കരൾ രോഗം ഒരുപാടെണ്ണം. പിന്നെ സുശാന്ത് നിലമ്പൂറിൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും അടക്കമെന്ന് കാണണം. അതിൽ വലിയ കാര്യമുണ്ട്. ഞാൻ സുശാന്തിന് എതിരല്ല, ഇവിടുത്തെ ഒരു നാട്ടുകാർക്കും എതിരല്ല, പകരം അനുകൂലവുമല്ല, നിഷ്പക്ഷ. അതായത് സുശാന്ത് നിലമ്പൂർ നല്ല കാര്യം പറഞ്ഞാൽ ഞാൻ നല്ലതാണെന്ന് പറയും. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നല്ലത് ഇതാകൊണ്ടാണ് ഞാൻ എപ്പോഴും പ്രധാനമന്ത്രി നല്ലതെന്ന് പറയും. അതേമാതിരി ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് സുരേഷ് ഗോപി എന്ന് ഇടക്കിടക്ക് പറഞ്ഞു. പിന്നെ കെ സുരേന്ദ്രൻ, അയാൾ ഒരിക്കൽ എനിക്കൊരു വലിയ സഹായം ചെയ്തിരുന്നു. 8000 BJPക്കാരെ ഇറക്കിയിട്ട് എൻ്റെ പ്രശ്നമൊന്ന് പരിഹരിച്ചിരുന്നു. അന്നത്തെ ഒരു കാര്യം വലിയ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. ആ ഒരു കാര്യം ഭംഗിയായി, നന്ദി. അപ്പോൾ ഇത് കാര്യം മനസ്സിലായേ? അപ്പോൾ എൻ്റെ കാര്യം ഇങ്ങനെയാണ്. 2016 മുതൽ 23 വരെ ഉണ്ടായ കാലഘട്ടത്തിൽ ഇവിടെ പണ്ഡിതനില്ല, ഔലിയല്ല, ഒരു ഡോക്ടറും ഇല്ല. RCCയിലടക്കം ഒന്നും പറയാൻ അവർക്ക് സഹായിക്കില്ല. വേൾഡ് സെൻറ്ററിലെ എവിടെയൊക്കെ സംവിധാനങ്ങളുണ്ടോ അത് കംപ്ലീറ്റ് അശുദ്ധമാണ്. ഒരു IAS ഒരു സുപ്രീം കോടതി ജഡ്ജില്ല. ഇതെൻ്റെ മുന്നിലെ തീരുമാനമാണ്. ഇതിനനുസരിച്ച് വേണം നിങ്ങൾ പ്രവർത്തിക്കാൻ. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും കയ്യിൽ കിട്ടിയാൽ പരിശോധിക്കുമ്പോൾ ഒരു സെക്കൻഡിന് ഞാൻ ഈ പറഞ്ഞ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ അറിയണം, കേൾക്കണം. നിങ്ങൾ മറ്റുള്ളവരോട് അതിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൽ ചില പാകപ്പിഴവുകളും ഉണ്ടാവും, പിഴവ് ഉണ്ടാവുമല്ലോ. എന്നിട്ട് നിങ്ങൾ പഠിച്ച വിദ്യാഭ്യാസം ഞാൻ ഈ വെച്ചതും എവിടെയാണെന്ന് നിങ്ങൾ നോക്കണം. നിങ്ങളെ വായെടുത്തിട്ട് ഒരിക്കലും നുണ പറയരുത്. നമ്മളെ കരൾ സംബന്ധിച്ച രോഗം നമുക്കുള്ളത് 3800 നാഡീഞരമ്പുകൾ. അത് ഒരെണ്ണം ബ്ലോക്കായാൽ നമ്മുടെ കാര്യം പോക്കാം. മനസ്സിലായില്ലേ? പിന്നെ നേരത്തെ പറഞ്ഞ മാതിരിയാവും മയ്യത്ത്, അല്ലെങ്കിൽ ശവം, അല്ലെങ്കിൽ ഡെഡ് ബോഡി. മനസ്സിലായില്ലേ? ഒരു പേരിലേക്ക് മടങ്ങി. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. നിങ്ങളുടെ ഒരു സമ്പത്തുമില്ല. ഇത് മരിച്ചു കഴിഞ്ഞ് ബലം വന്നാൽ ഞാൻ ഏത് മയ്യത്തും കാണുമ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടേ കാണുമോ. എന്താ കാരണം? എനിക്കത് പോയി ബലം ഉണ്ടോയെന്നൊന്നും അറിയണം. ബലം ഉണ്ടെങ്കിൽ അത് മരിച്ചു എന്നാണ്. ബലം വെച്ചിട്ടില്ലെങ്കിൽ ഇവർ നുണ പറയുന്നുണ്ട്, ഞാൻ അപ്പം പറയും, അപ്പം പ്രതികരിക്കും. അതിൻ്റെ ശൈലിയാണ്. ചത്തവനെ പൊക്കുന്ന പണിയുണ്ട് എനിക്ക്. ചത്തവൻ്റെ വായിൽ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് കഴിയുന്നതും മോശമുള്ള വെള്ളം അവൻ്റെ വായിൽ ഒഴിച്ചു കൊടുക്കുക, നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കില്ല. നിങ്ങളുടെ കടയിലൊക്കെ നിങ്ങൾ കിട്ടുന്ന വെള്ളമൊക്കെ മലിനജലം എന്നാണ് ഞാനിട്ട അതിന് പേര്. നിങ്ങൾക്ക് വിശ്വസിക്കണമെന്നില്ല. ഇതിപ്പോൾ ഇന്നലെ പ്ലാവിൻ്റെ ചുവട്ടിലൊരു പഴഞ്ചക്ക വീണിട്ട് പൊളിഞ്ഞ് 4 പുറമൊക്കെ തെറിച്ചു, ചോളൊക്കെ തെറിച്ചു. ഞാനതിന് 4 ചോളം എടുത്ത് തിന്നു. എനിക്ക് 4 ചോറേ അപ്പോൾ വേണ്ടുള്ളൂ. ആ 4 എടുത്ത് തിന്നപ്പോൾ എൻ്റെ പേരക്കുട്ടികളെ അപ്പുറം നിന്ന് നോക്കിക്കാണും. ഇപ്പം അത് ചക്ക തങ്ങിയപ്പുറത്ത് ഇഞ്ഞും വീണിക്കണമെന്നാണ് അവർക്കൊരു കാര്യമാണ്. ഞാൻ പഠിപ്പിച്ചത് ഇവിടുത്തെ കാലികൾക്കും ചിന്തിക്കുന്ന മനുഷ്യർക്കുമുള്ളതാണ്. ഇപ്പോൾ കുറച്ച് മുമ്പ് ഞാൻ കോമകല്ലിൽ കൂടെ വരുന്ന സമയത്ത് ഒരുപാട് വണ്ടികളൊക്കെ റോഡിൻ്റെ നടുവിൽ നിർത്തിക്കണം, സൈഡിൽ നിർത്തിക്കണം, അരുവിൽ നിർത്തിക്കണം. ഇവരൊരു പാപം ചെയ്തിരിക്കണം. ആരും ചെയ്തെന്ന് എനിക്ക് പറയാൻ വയ്യ. അതുകൊണ്ട് ഞാൻ എൻ്റെ കൈ ശുദ്ധമാക്കും. ഇപ്പം വിരിച്ചിറങ്ങിയ ഒരു വമ്പാലിൻ്റെ കുട്ടി, കറുത്ത വമ്പാലിൻ്റെ കുട്ടിയാണ്. ഇപ്പം വിരിച്ചിറങ്ങിയിട്ട് വെച്ചാൽ ഇന്നലെ അല്ലെങ്കിൽ മിഞ്ഞാന്ന് ഇറങ്ങിയിട്ട്, അത്രയേ ഉള്ളൂ. ചെറിയ കുട്ടിയാണ്. അവൻ അതിൽ വരുമ്പോൾ അവർക്ക് ഈ കുട്ടികൾക്ക്, നമ്മളെ ഇടയിൽ കുട്ടികളുണ്ടല്ലോ, കുട്ടികൾക്ക് അന്തം കൊന്തമൊന്നുമില്ല. അവരുടെ കുസൃതിയാണ്. ഈ വമ്പാല അവൻ്റെ തനി സ്വഭാവം ചെറുതായാലും കാണിക്കും കേട്ടോ. അപ്പോൾ ഇതിന് വണ്ടി കയറ്റി അളിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ സ്ഥിതിയിൽ ഞാൻ ശരിക്കും ചെയ്യേണ്ടത് അതിനെ പിടിച്ച് പാത്ത് വെച്ച്
പിന്നെ അതിനെ കേട് വരാണ്ട് വെച്ച് അതിന് ആ കേടൊന്ന് അലിഞ്ഞ ഭാഗത്ത് മരുന്ന് വെക്കണം. ഞാൻ മരുന്നൊക്കെ ഒന്ന് തിരഞ്ഞു നോക്കി. അപ്പോൾ നന്നായിട്ട് റോഡ് മേലെ വണ്ടി നിൽക്കണം. വണ്ടി ഇളക്കിയാൽ പിന്നെ കമ്പിൻ്റെ കാര്യം പോക്കാം. അതുകൊണ്ട് ഈ സാധനത്തിനെ ഒരു വടിയെടുത്ത് തോണ്ടിയിട്ട് ഞാൻ അടുത്ത പൊന്തയിൽ കിട്ടും. ഞാൻ ഇട്ടപ്പോൾ ആ പാമ്പിനും അതിൻ്റെ അമ്മക്കും സന്തോഷമായിട്ടുണ്ടാവും. ഇതൊക്കെ ഒന്ന് നിങ്ങൾ ചിന്തിക്കണം. ആ പാമ്പിൻ്റെ അമ്മ അതിനെ സംബന്ധിച്ച് അതിൻ്റെ ദൈവമാണ്. എൻ്റെ ഉമ്മ എനിക്ക് ദൈവമാണ്. നിങ്ങളുടെ അങ്ങനെയാവും എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് നിങ്ങൾ ഓരോ കാര്യങ്ങളും ചിന്തിക്കുമ്പോൾ നന്നായി ചിന്തിക്കണം. മറ്റുള്ളവനെ കുറ്റപ്പെടുത്തരുത്. നമ്മുടെ നാട്ടിലെ റേഷനരി വാങ്ങുന്ന എല്ലാ പെണ്ണുങ്ങളും വിദ്യാഭ്യാസമാണ് വലുത് എന്ന് വിചാരിച്ച് നിങ്ങൾ നുണ പറഞ്ഞ് മരുന്നിന് തട്ടിപ്പുണ്ടാക്കരുത്. അതിന് സപ്പോർട്ട് ചെയ്യരുത്. അതുപോലെ ഇവിടുത്തെ പൈസക്കാരെ കല്യാണം കഴിക്കാൻ നിങ്ങൾ മെനക്കെടരുത്. സർക്കാർ ജോലിക്ക് നിങ്ങൾ പോകരുത്. അവർക്ക് ഇതിൻ്റെ മുമ്പ് ചെയ്ത് നിങ്ങൾക്ക് പലതും കാണിച്ചു തന്നു. നമ്മുടെ രേഷ്മ ചെയ്തത് പറഞ്ഞാൽ മാങ്ങ ജ്യൂസിൽ അവളും വേഷം കളിക്കും. മറ്റേ അരുൺ എന്ന് പറഞ്ഞോ പാമ്പിനെ കൊടുത്ത് കൊത്തിച്ചിട്ടായി. മറ്റേ ബാംഗ്ലൂർക്കാരൊക്കെ ചെയ്തത് സൈനൈഡ് കൊടുത്തിട്ടാണ്. അപ്പോൾ വലിയ പൈസ ഉള്ളവനും വലിയ കാണാൻ ഭംഗിയുള്ളവനും കട്ട താടിയുള്ളവനും ബുള്ളറ്റുമ്പോൾ വണ്ടിയുമ്പോൾ വരുന്നവനും വണ്ടിയിൽ വന്ന് ഇറങ്ങണവനെയൊക്കെ പക്ക ക്രിമിനലാണ് എന്ന് സംശയിക്കണം. കാരണം അവൻ അധ്വാനിച്ചിട്ട് നിങ്ങളൊന്ന് പറയണം, നിങ്ങൾ അധ്വാനിച്ച് ഒരു 100 രൂപയെങ്കിലും നിങ്ങളുടെ പോക്കറ്റിലുണ്ടെന്ന് നിങ്ങളൊന്ന് പറയണം. 100 രൂപ തോന വേണ്ട. ഈ വരുന്ന ഒരാൾക്കും അത് പറയാൻ സാധിക്കില്ല എന്ന് പരിപൂർണ്ണ ഉറപ്പാണ്. ഈ വരുന്ന ഒരാൾക്കും സർക്കാർ ശമ്പളം വാങ്ങുന്ന 23 ലക്ഷം വാങ്ങുന്ന ആളിപ്പോൾ പിന്നെ നുണ പറഞ്ഞിട്ട് അതായത് മരുന്ന് കണ്ടുപിടിക്കാത്ത ഡോക്ടർമാർക്ക് ശമ്പളം 23 ലക്ഷം രൂപയും അവരുടെ കമ്മീഷൻ 4 കോടി രൂപയാണ് ഒരു ദിവസത്തെ വരുമാനം. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. എന്നിട്ട് അവർ MDMA ഉപയോഗിക്കണം. അപ്പോൾ ഇതൊക്കെ എല്ലാം കൂടി കൂടിയിട്ട് ഇത് പൊതുജനങ്ങളെ മുഴുവൻ നശിപ്പിക്കാനുള്ള പണിയാണ്. നിങ്ങൾക്ക് വേദന വന്നാൽ ഇപ്പം എൻ്റെ അയലക്കത്ത് ഇവിടെയൊക്കെ ഒരുപാട് 50 കൊല്ലമൊക്കെ ആയിട്ട് തണ്ടൽ മുറിഞ്ഞ് കിടക്കുന്നതുണ്ട്. ഈ വിദ്യാഭ്യാസമുള്ള ഇവർ ഈ പൈസക്കാർ വിചാരിച്ചിട്ട് എന്താ അവനൊന്ന് നേരാക്കാൻ പറ്റാഞ്ഞ്? ഇവിടെ എത്ര മെഡിക്കൽ കോളേജുണ്ട്, എന്താ പറ്റാഞ്ഞ്? അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്ത് വരുത്താൻ 2 കണ്ണും കാഴ്ച പോയിട്ടുള്ള ചെറുപ്പക്കാരൻ. അന്ന് അവന് 18 വയസ്സുള്ളവനാണ്. ഇന്ന് അവന് ഏകദേശം 55-60 വയസ്സിൻ്റെ അടുക്കുള്ളവനാണ്. മനസ്സിലായില്ലേ? 2 കണ്ണും കാഴ്ച പോയിട്ട് ഈ വിദ്യാഭ്യാസം ഉള്ളവനെ എന്തുകൊണ്ട് തോന്നി ചെയ്തില്ല? അങ്ങനെ ഇവിടെ ഒരു സൈഡ് കുഴഞ്ഞവൻ അര സൈഡ് കുഴഞ്ഞവൻ ഫുള്ളായിട്ടിരിക്കുന്നുണ്ട്. ഈ PK ദാസ് അല്ലെ EMS ആശുപത്രി അല്ലെങ്കിൽ നമ്മുടെ മെഡിക്കൽ കോളേജ് നിങ്ങൾ ആരെ വേണമെങ്കിലും എടുത്താൽ എന്താ ഇവരെ ഒന്ന് നേരാക്കാൻ പറ്റുന്നത്? അപ്പോൾ ഇവർക്ക് വിദ്യാഭ്യാസം ഇല്ലേ? വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അത് കാണണ്ടേ? വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അത് കാണണ്ടേ? എന്താണ് വിദ്യാഭ്യാസം? എന്തിനാണ് വിദ്യാഭ്യാസം? എന്നിട്ട് എന്താ അതിൻ്റെ കാര്യം? വിദ്യാഭ്യാസം എഴുതാനും വായിക്കാനുമുള്ള കടലാസിൽ എഴുതാനും ചിത്രം വരയ്ക്കാനും വായിക്കാനും ഉള്ള ഒരു ട്രെയിനിങ് യന്ത്രം മാത്രമാണ്. മനസ്സിലായില്ലേ? നാട്ടിലെ കാര്യങ്ങൾ നാട്ടിലെ കള്ളുപിടിയനെയും വേശിപ്പെണ്ണിനെയും പിന്നെ കുഷ്ഠരോഗിയൊക്കെ ഇടയിൽ കടന്നുറങ്ങി അവരിരുന്ന് പഠിച്ചുണ്ടാക്കുന്നതാണ് വിദ്യ. അത് ഞാൻ 40 കൊല്ലം ചെയ്തതാണ്. അതായത് ഏകദേശം ഒരു പിന്നെ 5-8 സെക്രട്ടേറിയറ്റും ഈ വിരലിട്ട് കൈകാര്യം ചെയ്തത്. എൻ്റെ കൈകാര്യങ്ങൾ സമ്മതിക്കാത്ത നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രി ഉണ്ടായിരുന്നല്ലോ ഒരമ്മ, നമ്മുടെ സിനിമ നടി, അവൾ കേട്ടിട്ടില്ല. ആ കേൾക്കാത്തത് കൊണ്ട് അവളുടെ സ്ഥിതി എന്തായിരുന്നു എന്ന് നിങ്ങളൊന്ന് നോക്കണം. നിങ്ങൾ കേട്ടാൽ തന്നെ അത് മനസ്സിലാവും. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിത സർവീസ് കാലത്ത് മറ്റൊരുത്തി അവരെ കൊന്നു. നാണക്കട മനസ്സിലായില്ലേ? മരിക്കും നമ്മൾ, ഞാനും മരിക്കും, നിങ്ങളും മരിക്കും. അതിന് ടൈമൊന്നും അറിയില്ല, ചത്തോരെ പോക്കും എന്നൊക്കെ ഞാൻ പറയുന്നുണ്ടെങ്കിലും ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഞാൻ പറഞ്ഞ ഒരുപാട് അധികമായിട്ടുണ്ട്. പിന്നെ ഈ 19 മിനിറ്റ് 19 മിനിറ്റായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നല്ല ഭംഗിയായിട്ട് ചിന്തിക്കണം ഓരോരുത്തരും. മറ്റുള്ളവന് എനിക്കല്ല ഒരാൾക്കും ദ്രോഹം ചെയ്യരുത്. മാത്രമല്ല നമ്മളുടെ നാട്ടിൽ 100% തൊഴിലിൻ്റെ കമ്പനി വേണം, തൊഴിൽ ചെയ്യാനുള്ള കമ്പനി. അതിന് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം, 100% എല്ലാവരും. അതിന് റവന്യൂ ഉദ്യോഗസ്ഥരൊക്കെ അങ്ങനെ മെതുമട്ട് തോണ്ടിയിട്ട് പുറത്തേക്ക് ഇടണം നമുക്ക്. മനസ്സിലായില്ലേ?
ഞാൻ പിന്നെ ഒരു പുറം അലിഞ്ഞ വമ്പാലിക്കുട്ടിയെ വടിയേറ്റ് തോണ്ടിയിട്ട് പോകുമ്പോൾ കളിക്കുന്നത് അതുപോലെ പിന്നെ റവന്യൂ ഉദ്യോഗസ്ഥരെ നമുക്ക് അടുത്ത കാട്ടിലേക്ക് എടുത്തിടണം. എടുത്തിട്ട ഉടനെ തന്നെ അവൻ ഇതുവരെ വാങ്ങിയ ശമ്പളവും അലോട്ട്മെൻറ്റും പെൻഷനും ഒക്കെ തിരിച്ച് പിടിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. കാരണം ജോലി കൃത്യമായിട്ട് ചെയ്യണം. ഇവിടെ എല്ലാവർക്കും ജോലി വേണം. ഇവിടെ എല്ലാവരും എന്ന് പറഞ്ഞാൽ ആരാ നിങ്ങൾക്കറിയില്ല. എല്ലാവരും എന്ന് പറഞ്ഞാൽ ആരാ നിങ്ങൾക്കറിയോ? ഈ നാട്ടുകാരെല്ലാവരും എന്ന് പറഞ്ഞാൽ ആരാ നിങ്ങൾക്കറിയോ? എനിക്കറിയില്ല. എൻ്റെ മുന്നിൽ അവരുടെ പേരില്ല, കളറില്ല, ജാതിയില്ല. എല്ലാ വീട്ടമ്മമാർക്കും 4 മണിക്കൂർ ഡെയിലി പിന്നെ പൊതുപരിപാടി പണി വേണം എന്നാണ്. പണി അവരുടെ ഭർത്താവിൻ്റെ കാര്യം ആദ്യം, അത് കഴിഞ്ഞിട്ട് ഭർത്താവിൻ്റെ മാതാവും പിതാവിൻ്റെയും കാര്യം, ഇവളുടെ കുട്ടികളുടെ കാര്യം, ഇതൊക്കെ കഴിഞ്ഞിട്ട് 4 മണിക്കൂർ പബ്ലിക് സർവീസ്. ഞാൻ എല്ലാ കാര്യം കൊണ്ടുവരുമ്പോഴും ഇത് തന്നെ ചെയ്യും, അപ്പുറം ചെയ്യില്ല. അതായത് ഒരു പുരുഷൻ്റെ സ്ഥാനത്തേക്ക് 4 പെണ്ണ്, 4 പെണ്ണിൻ്റെ ഭാഗത്തേക്ക് ഒരു പുരുഷൻ. അത് കൃത്യമായിരിക്കണം. ഒരു പണി വീഴ്ച വരാൻ പാടില്ല. വീഴ്ച വന്നാൽ വെച്ചെങ്കിലേ പിന്നെ. കാരണം അത് വേണ്ട. കാരണം പകരെടുക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. നല്ല പണി എല്ലാവരും ചെയ്യണം. കൃഷിക്കാരനാണെങ്കിൽ കൃഷിക്കാരൻ്റെ എല്ലാ പണികളും ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ കമ്പ്യൂട്ടർ മനുഷ്യൻ്റെ ഇവിടെ ചെയ്യാൻ നല്ല ഓർക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇതിപ്പോൾ 21 മിനിറ്റായി. അതുകൊണ്ട് ഇത് നിർത്തട്ടെ. ഞാൻ പട്ടാമ്പി, കൊടുങ്ങല്ലൂർ, ആലഞ്ചോട്.